والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇൽമിന്റെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നരകമോചനത്തിന്റെ സത്യത്തിലാണ് നാം എല്ലാം ഉള്ളത്. അല്ലാഹു തആല പരിപൂർണമായി നരകമോചനം നൽകിയവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷിക്കേണ്ട ഈ ദിനങ്ങളിൽ ലൈലത്തുൽ ഖദറിന്റെ എല്ലാ മഹത്വവും കരസ്ഥമാക്കിയവരിൽ നമ്മെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാഹു തആല എത്രയും വേഗം നീക്കുമാറാകട്ടെ. സാധാരണ സമാധാനമുള്ള ശാന്തി നിറഞ്ഞ ജീവിതം അല്ലാഹു എല്ലായിടത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുന്നത്ത് നിസ്കാരങ്ങളെ ചർച്ചയിലാണ് നമ്മളുള്ളത്. സുന്നത്ത് നിസ്കാരം രണ്ട് വിഭാഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റൊന്ന് ജമാഅത്തായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ. ഒറ്റയ്ക്കായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തെ വിഭാഗം വൽ ഖിസ്മു സാനി മാ തുസന്നു ഫീഹിൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരം. അപ്പൊ അത് ജമാഅത്തായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം അധികരിക്കും. അത് ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും അതിന്റെ പ്രതിഫലം ലഭിക്കും. വഹുവ സ്വലാത്തുൽ ഈദൈനി, അതിൽ ഒന്നാമത്തെ സ്ഥാനം ജമാഅത്തായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ. രാവിലെ രണ്ട് പെരുന്നാളിനും രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയുള്ള സമയത്തിനിടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. ഷാഫി മദ്ഹബില് ഇത് മുഅക്കദായ സുന്നത്താണ്, വളരെ പ്രബലമായ സുന്നത്താണ്. എന്നാൽ മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇമാമുകളുടെ അടുക്കൽ, അദ്ദേഹത്തിന്റെ അടുക്കൽ അത് ഫർദ് ഐനാണ്. അപ്പോ ഹനഫി മദ്ഹബില് ഫർദ് ഐനാണ്, നിർബന്ധമായി നിസ്കരിക്കണം. വകിഫായത്തുൻ ഇൻദൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹുടെ മദ്ഹബിൽ അത് ഫർദ് കിഫായ, അഥവാ ഒരു സ്ഥലത്ത് ഒരു സമൂഹത്തില് ആരെങ്കിലൊക്കെ അത് നിർബന്ധമായി നിസ്കരിച്ചിരിക്കണം. ഷാഫി മദ്ഹബില് അത് മുഅക്കദായ സുന്നത്താണ്. അപ്പോൾ അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. ഇതാണ് പെരുന്നാൾ നിസ്കാരം. രണ്ട് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാളാണ്. സ്വലാത്തുൽ അദ്ഹയും സ്വലാത്തു ഈദുൽ ഫിത്റും, അല്ലെ? സ്വലാത്തു ഈദുൽ അദ്ഹ, സ്വലാത്തു ഈദുൽ ഫിത്ർ. വയുകബ്ബിറു നുദ്ബൻ ഫീ ഔലൈ റക്അത്തൈനിൽ ഈദൈനി, ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം നമ്മൾ എല്ലാ പെരുന്നാളിലും സാധാരണ കേൾക്കാറുള്ളതാണ്. ആദ്യത്തെ റക്അത്തിൽ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം വജ്ഹത്ത് ഓതുകയും വജ്ഹത്ത് ഓതിയതിനു ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുകയും ചെയ്യുക. രണ്ടാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലുകയും ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് ഓതിയതിനു ശേഷമാണ് പിന്നെ 7 തക്ബീറുകൾ ഉള്ളത്. അത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിരിക്കണം അത് ചെയ്യേണ്ടത്. ഫാത്തിഹ ഓതിയാൽ പിന്നെ അതിന്റെ സ്ഥാനമില്ല. എങ്കിലും തിരിച്ച് വീണ്ടും തക്ബീറിലേക്ക് മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവില്ല. കാരണം എന്തുകൊണ്ട്? ഫിഅലിയായ ഫർള് അല്ലാത്തത് കൊണ്ട്. പ്രവർത്തിയിലൂടെയുള്ള ഫർള് നിന്ന് സുന്നത്തിലേക്ക് മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഖുനൂത്ത് ഓതാതെ
സുജൂദിൽ പോകുന്ന ഒരാൾ സുജൂദിൽ പോയിട്ട് തിരിച്ചു മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. ആദ്യത്തെ അത്തഹിയാത്ത് ഓതാതെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ തിരിച്ച് ആദ്യത്തെ അത്തഹിയാത്തിലേക്ക് പോയാൽ, കാരണം എന്തുകൊണ്ടാണ്? അത് ഫർള്, പ്രവൃത്തിയിലൂടെയുള്ള ഫർളാണ്. എന്നാൽ ഇവിടെ ഫാത്തിഹ ഓതുന്നത് ഖൗലിയായ ഫർളാണ്, വാചകത്തിലൂടെയുള്ള ഫർളായതുകൊണ്ട് തിരിച്ചു മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവില്ല. എന്നാൽ മടങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ തക്ബീർ, ഈ രണ്ട് പെരുന്നാളിനും നിസ്കാരത്തിലല്ലാതെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. അത് എപ്പോ മുതലാണ്? മിൻ ഗുറൂബി ശംസി ഇലാ അൻ യഹ്റുമൽ ഇമാമു. ഈദുൽ ഫിത്റിൽ സൂര്യൻ അസ്തമിച്ചഥവാ റമളാനിന്റെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ശവ്വാലിന്റെ പിറ കാണുന്നത് മുതൽ നിസ്കാരത്തിന് വേണ്ടി ഇമാം തക്ബീർ ചൊല്ലുന്നത് വരെ, അഥവാ നിസ്കാരം ആരംഭിക്കുന്നത് വരെ എപ്പോഴും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വീട്ടിലാകട്ടെ, പള്ളിയിലാകട്ടെ, ഒറ്റയ്ക്കാകട്ടെ, കൂട്ടമാകട്ടെ, മഅ റഫ്ഇ സൗത്തിൻ, ശബ്ദം ഉയർത്തി തന്നെ തക്ബീർ ചൊല്ലണം. വഅഖിബ കുല്ലി സ്വലാത്തിൻ, അത് എല്ലാ നിസ്കാരത്തിന് ഉടനെയും സുന്നത്താണ്. വീടുകളിലാകട്ടെ, പള്ളിയിലാകട്ടെ, നിസ്കാരത്തിന് ഉടനെയും അല്ലാതെയൊക്കെ സുന്നത്താണ്. വലു ജനാസത്തൻ, ജനാസ നിസ്കാരത്തിന് ശേഷവും അത് സുന്നത്താണ്. മിൻ സുബഹി അറഫത്ത ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്, അത് ഈദുൽ അദ്ഹയാണെങ്കിൽ, ബലിപെരുന്നാളാണെങ്കിൽ എന്ന് മുതലാണ് തുടങ്ങുന്നത്? മിൻ സുബഹി അറഫ, അറഫയുടെ സുബഹി മുതൽ തുടങ്ങി ഇല അസ്രി ആഖിരി അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം അസർ വരെ. അയ്യാമു തശ്രീഖ് എത്ര ദിവസമാണ്? ബലിപെരുന്നാൾ കഴിഞ്ഞിട്ട് ദുൽഹജ്ജ് 10-ന് ബലിപെരുന്നാൾ, 11, 12, 13, 3 ദിവസം അസർ വരെയും. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, അത് ജനാസ നിസ്കാരം വന്നാലും ആ ജനാസ നിസ്കാരത്തിന് ശേഷം തക്ബീർ സുന്നത്താണ്. അതുപോലെ തന്നെ വഫി അശ്രി ദിൽഹിജ്ജത്തി ഹീന യറാ ശൈഅൻ മിൻ ബഹീമത്തിൽ അൻആം, ഒരു പ്രത്യേകമായ സുന്നത്താണ്. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസം, ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ബലിമൃഗങ്ങളെ കാണുമ്പോൾ, അഥവാ ഉളിഹയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ, വാങ്ങി നിർത്തിയിട്ടുള്ള, അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മൃഗങ്ങളെ കാണുമ്പോഴും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എവിടെ വെച്ച് കണ്ടാലും ആ മൃഗങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചതായാലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങി നിർത്തിയിരിക്കുന്ന ഉളിഹയ്ക്കുള്ള മൃഗമാണെങ്കിൽ അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇതാണ് നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട്. പിന്നെ പെരുന്നാളിന് വേണ്ടി വരുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്, സുഗന്ധം പൂശൽ സുന്നത്താണ്. പെരുന്നാളിന് വരുന്ന വഴിയിലൂടെ തിരിച്ചു പോകാതിരിക്കൽ സുന്നത്താണ്. അങ്ങനെയല്ലേ? പെരുന്നാളിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നത്, അത് നടന്നു വരലാണ് സുന്നത്ത്. വാഹനത്തിനേക്കാൾ ശ്രേഷ്ഠം നടന്നു വരലാണ്. അതുപോലെ ഒരു വഴിയിലൂടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകൽ സുന്നത്താണ്. കാരണം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സത്യവിശ്വാസി നോമ്പെടുത്ത് പെരുന്നാളിന് വേണ്ടി അവന്റെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ആ വരുന്ന വഴിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ സസ്യങ്ങളും, എല്ലാ വസ്തുക്കളും അവന് വേണ്ടി അള്ളാഹുവിന് സാക്ഷി നിൽക്കുന്നതാണ്. അപ്പോ വരുന്ന വഴിയിൽ സാക്ഷി നിൽക്കുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകുമ്പോഴോ അവിടെയുള്ളവരും അവന് വേണ്ടി സാക്ഷി നിൽക്കുന്നതാണ്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മാറി നിൽക്കണം നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെയാണ് ഇവിടെയും. അല്ലാഹു തആല കുറ്റമറ്റ നിലയിൽ അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഇവിടെ പുരുഷന്മാർക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ പ്രബലമായ സുന്നത്താണ്. സ്ത്രീകൾക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിസ്കരിക്കലും വീടുകളിൽ പെരുന്നാൾ നിസ്കരിക്കലും സുന്നത്ത് തന്നെയാണ്. പിന്നെയുള്ള സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ കുസൂഫൈൻ, ഗ്രഹണ നിസ്കാരം. ഒരു പ്രബലമായ സുന്നത്തായ നിസ്കാരമാണ്. ഖുസൂഫ്, കുസൂഫ്, സൂര്യൻ ഗ്രഹണത്തിന് കുസൂഫ് എന്ന് അറബിയിൽ പറയും. ചന്ദ്രഗ്രഹണത്തിന് ഖുസൂഫ് എന്നും പറയും. 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. സഹാബാക്കളോട് നിസ്കരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുമ്പോൾ മാത്രമല്ല, അത് അള്ളാഹു തആല നൽകുന്ന ഒരു അനുഗ്രഹത്തെ അള്ളാഹു തിരിച്ചെടുക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോ ആ നേരത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിന് വേണ്ടി കൂടുതൽ ഇബാദത്ത് ചെയ്യുക, ദുആ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ദുആക്ക് ഇജാബത്തും ഉണ്ടാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ സൂര്യഗ്രഹണം ഉണ്ടായി, അന്ന് അപൂർവമായിട്ട്. അപ്പോ സഹാബാക്കൾക്ക് ഇതിന്റെ അന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ കാര്യങ്ങളോ മറ്റൊന്നും അവർക്കറിയില്ലല്ലോ. പക്ഷേ അവിചാരിതമായിട്ട് സൂര്യഗ്രഹണം ഉണ്ടായ ദിവസമാണ് മദീനയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനാകുന്ന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, കുഞ്ഞു മകനല്ലേ, ചെറിയ പ്രായത്തിൽ നബിയുടെ ആൺമക്കളെല്ലാം ചെറിയ പ്രായത്തിൽ വഫാത്തായവരാ. ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറിയ മോനും വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സങ്കടമുണ്ടായ, വലിയ വേദനയുണ്ടായ, മടിയിൽ ആ പ്രിയപ്പെട്ട മകന്റെ മയ്യത്ത് വെച്ചുകൊണ്ട് കരഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോ സഹാബാക്കൾ അത്ഭുതത്തോടെ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങ് ഞങ്ങളെല്ലാം സമാധാനിപ്പിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന അങ്ങയുടെ മകന്റെ വേർപാടിൽ ഇങ്ങനെ അക്ഷമമായിട്ട് കരയുന്നുണ്ടോ നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ, ഇത് അല്ലാഹുവിന്റെ ഒരു കാരുണ്യമാണ് എന്റെ ഹൃദയത്തിൽ. എന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യവും കാരുണ്യവും ആർദ്രതയും അനുരാഗവും ഒക്കെ അള്ളാഹു എന്റെ ഖൽബിൽ തന്നതാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ യാ ഇബ്രാഹിം, ഇന്നാ ലമഹ്സൂനൂന ബിഫിറാഖിക യാ ഇബ്രാഹിം, മോനെ നിന്റെ വേർപാടിൽ ഞങ്ങളൊക്കെ ദുഃഖിതരാണ്, നമ്മളുടെ ഖൽബ് വേദനിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവിന് തൃപ്തിയില്ലാത്ത വാക്കൊന്നും ഞങ്ങൾ പറയുകയില്ല എന്ന്. അതിനർത്ഥം ദുഃഖം വരുമ്പോൾ കരയുന്നത് സ്വാഭാവികമാണ്, സങ്കടം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന സ്വാഭാവികമാണ്, അങ്ങനെ കരയാം. പക്ഷേ കരയുന്നതിനിടയിൽ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. ചില വിവരമില്ലാത്ത ആളുകൾ എന്താവും, അള്ളാഹു എന്റെ അടുത്ത് വേണമായിരുന്നോ, അല്ലെ, ഇതിനു വേണ്ടി ഞാൻ എന്ത് പാപം ചെയ്തു. ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിനോട് അങ്ങനെ പറയാൻ പാടില്ല. അതാണ് റബ്ബിന് ദേഷ്യമുണ്ടാക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞത്. അങ്ങനെ പറയുകയില്ല. ചുരുക്കത്തിൽ അങ്ങനെ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദനയുണ്ടായി. അതേ ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി. മകൻ മരണപ്പെട്ട ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോ സഹാബാക്കൾക്ക് പറഞ്ഞു, പഠിച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകന്റെ വഫാത്തിൽ സൂര്യൻ പോലും ദുഃഖിച്ചു പോയി, അതിന് പോലും ഗ്രഹണം ബാധിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. അല്ലെ, വർത്തമാനകാലത്ത് ഉള്ള ആളുകളുടെയൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടക്കുന്ന സംഗതികൾ ആളുകൾ ചേർത്ത് പറഞ്ഞാൽ, അല്ലെ, അവർക്ക് അത് വെച്ചുകൊണ്ട് വലിയ മൈലേജ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെ, ഇന്നത്തെ കാലത്തിന് പറയും, എന്റെ മകൻ മരിച്ചപ്പോൾ സൂര്യഗ്രഹണം, ഞാൻ മരിച്ചാൽ ലോകം മൊത്തം ഗ്രഹണം ബാധിക്കുമെന്ന് പറയും. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെല്ലാം പെട്ടെന്ന് വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്, പ്രിയപ്പെട്ട സഹാബ, നിശ്ചയം സൂര്യനും ചന്ദ്രനുമെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ്. ലാ യക്സിഫാനി ലിഹയാതി അഹദിൻ വലാ ലിമമാതിഹി, ആരുടെയെങ്കിലും ജനനത്തിന്റെ പേരിലോ ആരുടെയെങ്കിലും മരണത്തിന്റെ പേരിലോ ആ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല. അങ്ങനെ അതിന്റെ ഗ്രഹണം ബാധിക്കുന്നതിന് ഏതെങ്കിലും ഒരാളിന്റെ മരണവുമായിട്ടോ ജനനവുമായിട്ടോ ബന്ധമില്ല. അതുകൊണ്ട് സൂര്യഗ്രഹണം ഉണ്ടായാൽ നിങ്ങൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളോ അന്ധവിശ്വാസങ്ങളോ നിങ്ങൾ പറയണ്ട. മറിച്ച് നിങ്ങൾ സൂര്യഗ്രഹണം ഉണ്ടായാൽ ഫകബ്ബിറു, അല്ലാഹുവിനെ തക്ബീർ ചൊല്ലുക, വദുഉല്ലാഹ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, വസല്ലു, നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുക. ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നിസ്കാരം സുന്നത്തായി നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. 2 റക്അത്ത് എപ്പോഴാണോ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് അപ്പോഴാണ് ആ നിസ്കാരം തുടങ്ങേണ്ടത്. 2 റക്അത്താണ്. പക്ഷെ ഈ സൂര്യഗ്രഹണ നിസ്കാരത്തിനും ചന്ദ്രഗ്രഹണ നിസ്കാരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. 2 റക്അത്താണെങ്കിലും 4 റുക്ഉം വരും, 4 ഖിയാമും ഉണ്ടാകും. എങ്ങനെ? സാധാരണ സുജൂദാണ് 2 എണ്ണം വീതം വരുന്നത്, അല്ലെ? പക്ഷെ ഗ്രഹണ നിസ്കാരത്തില് റുക്ഊഉം 2 എണ്ണം വരും, ഖിയാമും നൃത്തവും 2 എണ്ണം വരും. അങ്ങനെയുണ്ട്. ആദ്യം നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി വജ്ഹ് ഓതി ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയിട്ട് റുക്ഊയിലേക്ക് പോവുക. റുക്ഊയിലേക്ക് പോയതിനു ശേഷം ആ റുക്ഊയിൽ നിന്ന് വീണ്ടും നിവർന്നു വന്നിട്ട് ഇഅ്തിദാലല്ല, രണ്ടാമത്തെ നൃത്തമാണ്.
അതിലും വീണ്ടും ഫാത്തിഹ ഓതുക, വീണ്ടും സൂറത്ത് ഓതുക, അതിനുശേഷം റുക്കുവിലേക്ക് പോവുക. ആ രണ്ടാമത്തെ റുക്കു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എഴുത്തുദാരി നിൽക്കുമ്പോഴാണ് അതാണ് എഴുത്തുദാരി. മൂന്നാമത്തെ പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കുന്നതാണ് എഴുത്തുദാരി. പക്ഷെ സുജൂദ് രണ്ടെണ്ണം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഗ്രഹനമസ്കാരത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അതിന കമാലിഹ സിയാദത്തു ഖിയാമിൻ വ ഖിറാഅത്തിൻ വ റുകൂഇൻ ഫീ കുല്ലി റകഅത്തിൻ. എല്ലാ റകഅത്തിലും നൃത്തത്തെയും റുകൂഇനെ അധികരിപ്പിക്കുക. വൽ അക്മലു, അതിൽ പരിപൂർണമായ രൂപം അൻ യഖഅ ബഅദൽ ഫാത്തിഹത്തി ഫിൽ ഖിയാമിൽ അവ്വലി അൽ ബഖറത. ഒന്നാമത്തെ നൃത്തത്തില് ഈ നിസ്കാരം എത്രത്തോളം ദീർഘിപ്പിക്കാൻ പറ്റും അത്രയും ദീർഘിപ്പിക്കണമെന്നാണ്. എവിടം വരെയാണ് അതിന്റെ സമയം? സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ അതിന്റെ ഗ്രഹണം ബാധിച്ച് ഒന്നുകിൽ സൂര്യൻ അസ്തമിക്കുക അല്ലെങ്കിൽ അതിന്റെ ഗ്രഹണം അവസാനിക്കുക, അത്രയും സമയമാണ് ഗ്രഹണസ്കാരം സമയം. ചന്ദ്രഗ്രഹണം ആരംഭിച്ചു മുതൽ ഒന്നുകിൽ ചന്ദ്രൻ അസ്തമിക്കുക അല്ലെങ്കിൽ അതിന്റെ ഗ്രഹണം അവസാനിക്കുക. അപ്പൊ ഇത്രയും വിശാലമായ സമയമുണ്ട്. ഇതിൽ ഏറ്റവും പരിപൂർണമായത് പരമാവധി നിസ്കാരത്തെ ദീർഘിപ്പിക്കലാണ്. അപ്പോ ഒന്നാമത്തത് നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ ഓതുക, ഔ ഖദർ, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയുടെ അത്രയും അളവ്. സൂറത്തുൽ ബഖറ എത്ര ജുസുവാണ്? 2.5 ജുസുവാണ്. 2.5 ജുസുണ്ട്. അപ്പൊ അത്രയും സമയം ഒറ്റ നൃത്തത്തിൽ ഓതുക. ഒഫീസാനി, അങ്ങനെ എന്തെല്ലാം പ്രതിഫലം കിട്ടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ എന്തെല്ലാം ഉണ്ടല്ലേ. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ അത് അനുഭവിച്ചിട്ടുമില്ല. നമുക്ക് ആകെ ഉള്ള റമദാനിലെ തറാവിയാണ്. അതും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒക്കെ ആക്കി ഇനി എങ്ങനെ സ്പീഡ് കൂട്ടാന്നുള്ളതിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഗ്രഹണങ്ങൾ ഒരു വർഷത്തിൽ തന്നെ പലപ്പോഴും പല ആവർത്തി സംഭവിക്കാറുണ്ടല്ലോ, അപ്പോഴൊക്കെ സുന്നത്താണ്. ഒഫിസാനി, രണ്ടാമത്തെ നൃത്തത്തിലും ഇതുപോലെ സൂറത്തുൽ ബഖറയുടെ 100 ആയത്തിന്റെ അളവ്, 150 ആയത്തിന്റെ അളവ് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ റക്അത്തിലും അളവ് കുറച്ച് കുറച്ച് വരിക. ഇതാണ് ഇവിടെ. അത് ഇനി ഈ ഗ്രഹണ നിസ്കാരം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന മഴയെ തേടിയുള്ള നിസ്കാരമുണ്ട്. ഈ 3 നിസ്കാരങ്ങൾക്കും പ്രത്യേകത, ഈ നിസ്കാരങ്ങൾക്ക് ശേഷം ഖുത്ബയുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖുത്ബയുണ്ട്, ഗ്രഹണ നിസ്കാരത്തിന് ശേഷവും ഖുത്ബയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മഴയെ തേടിയുള്ള നിസ്കാരത്തിന് ശേഷവും ഖുത്ബ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരത്തിന് ശേഷവും ഒക്കെ സുന്നത്തുണ്ട്. അടുത്ത നിസ്കാരമാണ് മഴയെ തേടിയുള്ള നിസ്കാരം. നമ്മളെ നാട്ടിൽ നിന്നൊന്നും ആവശ്യം ഉണ്ടാവൂല, പക്ഷെ നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് സാധാരണ ഉണ്ട് അല്ലേ? ഗൾഫിലൊക്കെ പോയി നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഹറമിലൊക്കെ ഉൾപ്പെടെ ഉണ്ട്. അത് വലിയൊരു യഖീനാണ്, ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ്. പഴയ കാലത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഉംറയുടെ യാത്രയിലൊക്കെ അനുഭവമാണ്. ഇമാമ് അവരെ ആഹ്വാനം ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്ന് വൈകിട്ടോ പിറ്റെന്നോ മഴ പെയ്തിട്ടുണ്ടാവും. ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അള്ളാഹുവിന്റെ ഫലം ഉണ്ടാവുമല്ലോ. അപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അത് അങ്ങനെയുള്ള മഴ ഇല്ലാതെ വരുമ്പോൾ, ജലക്ഷാമം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുന്ന സുന്നത്തുമാണ്. അതിന്റെ പൂർണ്ണമായ രൂപമുണ്ട്, അതിന്റെ മിനിമം ചെയ്യേണ്ടതുമുണ്ട്. പൂർണ്ണമായ രൂപം എന്ന് പറഞ്ഞാല് ഒരു ദിവസം പെട്ടെന്ന് എല്ലാവരും കൂടെ കൂട്ടി മഴയെ തേടി നിസ്കരിക്കുക എന്നുള്ളതല്ല. മറിച്ച് ആ നിസ്കാരത്തിന് മുമ്പ്, ആളുകളെല്ലാം കൂട്ടുന്നതിന് മുമ്പ് 3 ദിവസം നോമ്പെടുക്കാൻ എല്ലാവരോടും പറയല് സുന്നത്താണ്. അങ്ങനെ 3 ദിവസം നോമ്പെടുത്തതിന് ശേഷം 4-ാമത്തെ ദിവസവും നോമ്പെടുത്തുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മൃഗങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരണമെന്നാണ്. മൃഗങ്ങൾ, കാരണം അവരുടെ സാന്നിധ്യവും അള്ളാഹുവിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അങ്ങനെ അവരെല്ലാവരെയും കൂടി കൊണ്ടുവന്നിട്ടാണ് മഴയെ തേടിയുള്ള നിസ്കാരം നിർവഹിക്കേണ്ടത്. കസ്വലാത്തുൽ ഈദി, പെരുന്നാൾ നിസ്കാരം പോലെയാണ് ഈ മഴയെ തേടിയുള്ള നിസ്കാരവും. ലാകിൻ യസ്തഗ്ഫിറുൽ ഖതീബു ബദല തക്ബീരി ഫിൽ ഖുത്ബ. സാധാരണ ഖുത്ബ ഓതുമ്പോൾ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുത്ബയാണെങ്കിൽ ആദ്യം 9 തക്ബീറും പിന്നെ 7 തക്ബീറും ചെല്ലും. എന്നാൽ മഴയെ തേടിയുള്ള നിസ്കാരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ സ്ഥാനത്ത് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. കാരണം
മഴ ലഭിക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? മനുഷ്യനുണ്ടാകുന്ന പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളാണ്. പെരുന്നാൾ നിസ്കാരം, ഈ മഴയെ തേടിയുള്ള നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് തൗബയാണ്, അള്ളാഹുവിനോട് പാപമൊക്കെ തേടലാണ്. എന്ന് മാത്രമല്ല, ഈ ഖുതുബ ഓതുമ്പോൾ നമ്മള് വേണമെങ്കിൽ മഴയെ തേടിയുള്ള നിസ്കാരം, ഹറമിലൊക്കെ നടക്കുന്ന നിസ്കാരങ്ങള് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. അവര് എന്ത് ചെയ്യും? ഖുതുബ ഓതി ദുആ ചെയ്യുന്നതിന്റെ സമയമാകുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന അവരുടെ മേൽത്തട്ടമുണ്ടല്ലോ, അതെടുത്ത് എന്ത് ചെയ്യും? തിരിച്ചിടും. ഏത് രൂപത്തിലാണോ ധരിച്ചിരുന്നത് ആയിരിക്കും അവരെടുക്കുന്ന മിക്സ് ഇതുണ്ടല്ലോ, ആ സാധനം എന്ത് ചെയ്യും? അതെടുത്ത് മറിച്ചിടും. അത് സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നമ്മൾ വന്ന ആളല്ല, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റബ്ബേ, മൊത്തത്തിൽ നമ്മൾ മാറി തൗബ ചെയ്ത് വരികയാണ് എന്ന് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ആ നിലയിൽ അത് കാണിക്കലാണ്. എന്നിട്ട് കിബിലയ്ക്ക് നേരെ ഇമാം നിന്ന് ദുആ ചെയ്യണം. ഖുതുബയിൽ തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇമാമ് ദുആ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നേരെ കിബിലയ്ക്ക് നേരെ നിന്നുകൊണ്ട് ദുആ ചെയ്യുക. അതുപോലെ കുട്ടികളോ മറ്റുമൊക്കെ ഒരുമിച്ച് കൂട്ടി അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എത്രത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിനയാന്വിതരാകാൻ പറ്റുമോ അത്രത്തോളം. മാത്രമല്ല, ആ ദിവസം ധരിച്ചു കൊണ്ടുവരുന്ന വസ്ത്രം പുതിയതോ വലിയ മോടിയുള്ളതോ ആകരുത്, മറിച്ച് കുറഞ്ഞ വസ്ത്രം, അല്ലെ, ലളിതമായ വസ്ത്രം. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അത്രത്തോളം വിനയാന്വിതരായി ദുആ ചെയ്യാൻ വേണ്ടി. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ, അള്ളാഹുവിനോട് ദുആയിൽ ഏറ്റവും വിനയാന്വിതരാകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുവിനോട് നിർബന്ധിച്ച് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മൾ സാധാരണ അല്ലെങ്കിലും എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുമ്പോഴും നമ്മൾ വലിയ ആളായിട്ട് നെഞ്ചു വിരിഞ്ഞിരുന്നല്ലോ, ചാരി ഇരുന്നിട്ടല്ലല്ലോ. എങ്ങനെ ചെയ്യണം? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്നത് കണ്ടാൽ അള്ളാഹുവിന് നമുക്ക് തരാൻ തോന്നണം, ചോദിക്കുന്ന കണ്ടാൽ, അല്ലെ? ദുആന്റെ മര്യാദ നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു ഇതിനിടയിൽ, അല്ലെ? അതെ, കൈകൾ ഉയർത്തി യാചിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വിനയാന്വിതരായിരിക്കുക. വേണമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടൂല. അപ്പൊ അള്ളാഹുവെ, എനിക്ക് നിർബന്ധം നീ തരണം എന്നുള്ള വിശ്വസിച്ചല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കിട്ടൂലേ സംശയിച്ചുകൊണ്ട് എന്ത് ദുആ ചെയ്യാൻ പാടില്ല. ഉറപ്പിച്ചുകൊണ്ട് തന്നെ റബ്ബിനോട് ദുആ ചെയ്ത ആ ഉറപ്പ് നിന്റെ ഖൽബിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉറപ്പായിട്ട് അല്ലാഹു തആല നമുക്ക് തരികയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ അതാണ് മഴയെ തേടിയുള്ള നിസ്കാരം. പിന്നെ ജമാഅത്തായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ്. അത് നമ്മൾ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞിരുന്നു. തറാവീഹ് ഖിയാമുൽ ലൈൽ എന്ന് പറയും, തറാവീഹ് എന്നും പറയും. തറാവീഹ് എന്ന് പറയാൻ കാരണം തറാവീഹിന്റെ അർത്ഥം ഇസ്തിറാഹ ഇല്ല, ഇസ്തിറാഹത്തിൽ നിന്ന് വന്നതാണ് തറാവീഹ്. എന്താണ്? റെസ്റ്റ് എടുക്കുക, വിശ്രമിക്കുക എന്ന. ലിഅന്നഹും കാനൂ യസ്തരിഹൂന ലിതൂലി ഖിയാമിഹിം ബഅദ കുല്ലി തസ്ലീമത്തൈനി. സഹാബാക്കൾ ഈ തറാവീഹ് നിസ്കരിക്കുമ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവർ ദീർഘമായ നിസ്കാരമായിരുന്നു. അപ്പൊ രണ്ട് റക്അത്ത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു? വിശ്രമിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അതിന് തറാവീഹ് എന്ന് പേര് കിട്ടിയത്. നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് വിശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ തറാവീഹ് എന്നായി, അല്ലെ? സഹാബാക്കളുടെ രീതി, അവർ എത്രത്തോളം തറാവീഹിനെ ദീർഘിപ്പിക്കാൻ പറ്റും അത്രത്തോളം ദീർഘിപ്പിച്ച് രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോഴെന്താവും? അവര് വിശ്രമിക്കേണ്ട അവസ്ഥയാവും, ക്ഷീണിക്കും. അതുകൊണ്ടാണ് അതിന് തറാവീഹ് എന്ന് പേര് വെച്ചിരിക്കുന്നത്. അത് പ്രബലമായ സുന്നത്തായ കാര്യമാണ്. ഇത്രയൊക്കെയാണ് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തായത്. പിന്നെ നമ്മൾ ഇതിനിടയിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമായിരുന്നു തഹജ്ജുദ്. നമ്മൾ പറഞ്ഞില്ല. അത് ജമാഅത്ത് സുന്നത്തില്ല, പക്ഷേ പ്രബലമായൊരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അമ്പിയാക്കൾക്ക് നിർബന്ധമായ നിസ്കാരമാണ്. സുന്നത്തായ തഹജ്ജുദ് നിസ്കാരം പ്രബലമായ സുന്നത്താണ്. അതും രാത്രി പകുതിക്ക് ശേഷമാണ് ഏറ്റവും പ്രബലമായ സുന്നത്ത്. ഖാലല്ലാഹു തആല വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്. ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചൊരു നിസ്കാരമാണ് തഹജ്ജുദ്.
വമിനൽ ലൈലി രാത്രിയിൽ ഫതഹജ്ജദ് ബിഹി അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക നാഫിലത്തൻ ലക സുന്നത്തായിട്ട്. അതിൽ നിന്ന് വന്നതാണ് തഹജ്ജുദ്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്ത, ആ തഹജ്ജദ് എന്നതിൽ നിന്ന് വന്നതാണ് തഹജ്ജുദ് നിസ്കാരം. അത് ഉറങ്ങിയാലാണ് ആ സുന്നത്ത് കിട്ടുന്നത്. ഒരുപാട് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. പാതിരാത്രിയാകുമ്പോൾ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് പ്രത്യേക ശ്രദ്ധയോട് ആളുകളോട് അല്ലാഹു തആല വിളിച്ചു പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ വഅഗ്ഫിർല. ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരാണ് എന്നോട് പൊറുക്കലിനെ തേടും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാ, ആരാണ് എന്നോട് അവന്റെ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ അവന് നേടിക്കൊടുക്കാം, ഞാൻ അവന് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാം എന്നൊക്കെ അല്ലാഹു തആല വിളിച്ചു പറയുന്ന പ്രത്യേകമായ സമയമാണ്. പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളിനെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമല്, അത് അലസമായിട്ട് അതിനെ മാറ്റരുത്. മാത്രമല്ല തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രത്യേകത, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എല്ലാ ദിവസവും രാത്രി ഞാൻ ഉറങ്ങാൻ സമയത്ത് മനസ്സിൽ വലിയ നിയ്യത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്, എനിക്ക് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കണമെന്നുള്ളത്. പക്ഷേ മിക്കവാറും ഞാൻ എഴുന്നേൽക്കുന്നത് സുബഹിയുടെ ബാങ്കിന് ശേഷമായിരിക്കും. അപ്പൊ അങ്ങ് പ്രത്യേകം ദുആ ചെയ്യണം മഹാനവറുകളെ, എനിക്ക് തഹജ്ജുദ് മുടങ്ങാതിരിക്കാനുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറഞ്ഞു, ദുനൂബുക, മോനെ, നീ ചെയ്യുന്നതിന്റെ പാപങ്ങളാണ് നിന്നെ ആ നിസ്കാരത്തിൽ നിന്ന് കെട്ടിയിടുന്നത് എന്ന്. അപ്പോ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ പാപങ്ങളെ ഉപേക്ഷിക്കുക. തഹജ്ജുദ് നിസ്കാരം കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വാലിഹ്യങ്ങളുടെ സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയും. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തുള്ള നിസ്കാരം, രണ്ട് ദുആക്ക് ഇജാബത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, മറ്റൊന്ന് തഹജ്ജുദിന്റെ സമയത്ത് പാതിരാത്രിയുള്ള ദുആ. സത്യവിശ്വാസികളുടെ ഗുണമാണ് അത്താഴ സമയത്ത് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കും. പ്രത്യേകിച്ച് റമദാനിൽ അള്ളാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. 2 റക്അത്ത് നിസ്കരിക്കാം, 12 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാം. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത്. ഇത്രയും വലിയ മഹത്വങ്ങളുള്ള നിസ്കാരമാണ്. പലപ്പോഴും നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജോലിയും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവർ മുടങ്ങാതെ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ്. കാരണം ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവന്റെ പകലിലെ ജോലികളൊക്കെ എളുപ്പമാക്കി കൊടുക്കും. സഹാബാക്കളെ കുറിച്ച് പറയുന്ന ഒരു പേരുണ്ട്. അവർ പകലിൽ അശ്വരുണന്മാരായ കുതിരകളെ പോലെയാണ്, പാതിരാത്രി അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നിനും കഴിയാത്ത എലികളെ പോലെയാണ് അവർ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പകലിൽ ജനങ്ങളുടെ മുമ്പിൽ അവർ ഏറ്റവും ആരോഗ്യമുള്ള, അവർ കുതിക്കുന്ന കുതിരകളെ പോലെയാണ്. രാത്രി അള്ളാഹുവിന്റെ മുമ്പിലോ ഒന്നിനും കഴിയാത്ത വെറും എലികളെ പോലെ. അങ്ങനെ ഇരുന്ന് അള്ളാഹുവിന്റെ സഹായം വാങ്ങിച്ചിട്ട് പിറ്റുന്ന പകലിൽ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞത്, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്വഹു അബിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്ന ലക ഫിൻ നഹാരി സബ്ഹൻ തവീലാ. നബിയേ, അങ്ങ് രാത്രി അല്പസമയം ഉറങ്ങിയിട്ട് ബാക്കി എഴുന്നേറ്റ് നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമാണ്, ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. പകലിൽ അങ്ങക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല, പകലിൽ വെറുതെ ഇരിക്കാൻ സമയമില്ല. ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന്, ഈ സത്യമതത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അങ്ങക്ക് ഒരുപാട് അധ്വാനം, പരിശ്രമം പകൽ ആവശ്യമാണ് നബിയെ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും സഹായമാകുന്ന കാര്യമാണ് പാതിരാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം. അള്ളാഹു നമുക്കൊക്കെ പതിവാക്കാൻ, അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.